നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന റൗണ്ട് ഓഫ് 16 നിർണായകമായ മത്സരത്തിനൊരുങ്ങുകയാണ്. ജൂലൈ 7-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 9:30 ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തുമായി അർജന്റീന കൊമ്പുകോർക്കുന്നത്. വിജയിക്കുന്നവർക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. എന്നാൽ ഈ മത്സരത്തിന് മുന്നേ തന്നെ സ്കലോണിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അർജന്റീൻ സൂപ്പർ താരമായ ഫക്കുണ്ടോ മെദീന, എൻസോ ഫെർണാണ്ടസ്, മുന്നേറ്റനിര താരമായ നിക്കോ ഗോൺസലസ് എന്നീ താരങ്ങൾക്ക് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. താരങ്ങൾക്ക് ആവശ്യമായ റിക്കവറി ടൈം ലഭിച്ചില്ലെന്ന് തന്നെയാണ് ഇതിന് കാരണം. വളരെ ഫിസിക്കലി അർജന്റീന വീക്കായ മത്സരം കൂടിയായിരുന്നു കെബർദയ്ക്കെതിരെയുള്ള പോരാട്ടം. ഇതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെന്നും ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സ്കലോണി വ്യക്തമാക്കിയിട്ടുണ്ട്. ടീമിലെ പ്രധാന മാറ്റങ്ങൾ മധ്യനിരയിൽ തന്നെയായിരിക്കും. മധ്യനിരയിൽ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിച്ച തിയാഗോ അൽമേഡയെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹത്തിന് പകരം മറ്റൊരു താരത്തെ കൊണ്ടുവരാനാണ് സ്കലോണിയുടെ നീക്കം. അത് ലിയാൻഡ്രോ പെരഡസിനെ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു ഫോർമേഷനിലോട്ട് മാറുകയാണെങ്കിൽ അർജന്റീനക്ക് മത്സരത്തിനിടെയുള്ള 4-3-3 എന്ന ഫോർമേഷനിലേക്ക് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കലോണി മറ്റൊരു പ്ലാൻ കൂടി നോക്കുന്നുണ്ട്. അതായത് ലിയാൻഡ്രോ പെരഡസിനു പകരം മുന്നേറ്റത്തിലൊരു താരത്തെ ഉൾപ്പെടുത്തുക. തിയാഗോ അൽമേഡയ്ക്ക് പകരം ലിയാൻഡ്രോ പെരഡസ് വരുമെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അതിനു പകരം അൽമേഡയ്ക്ക് പകരം തന്നെ ഹൂലിയൻ അൽവരസിനെ ടീമിൽ ഉൾപ്പെടുത്താനാണ് ലയണൽ സ്കലോണിയുടെ നീക്കമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഫ്രണ്ട് ത്രീയിൽ ലിയോ മെസ്സിയും ലൗത്തറോ മാർട്ടിനസും ഹൂലിയൻ അൽവരസും ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങുക. നിലവിൽ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന മെസ്സി മാത്രമേ ഫോമിലുള്ളൂ. ഹൂലിയൻ അൽവരസും ലൗത്തറോ മാർട്ടിനസും ഫോമിലേക്ക് ഉയരേണ്ടത് അർജന്റീനയ്ക്ക് ഏറെ നിർണായകമാണ്. വരുന്ന മത്സരങ്ങളിൽ മെസ്സിയുടെ ഗോളടി മാത്രം ആശ്രയിച്ച് ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഹൂലിയനും ലൗത്തറോ മാർട്ടിനസും ഫോമിലേക്ക് ഉയരണം. അതുകൊണ്ട് തന്നെ മെസ്സിയെയും ലൗത്തറയെയും ഹൂലിയനെയും ഫ്രണ്ട് ത്രീയിൽ ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ കളിപ്പിക്കാനാണ് സ്കലോണിയുടെ നീക്കം. പല ഫ്രണ്ട്ലി മത്സരങ്ങളിലും സ്കലോണി ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ കൃത്യമായ സക്സസ് ഇതിന് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് സ്കലോണി ഈ 3 പേരെയും ഒരുമിച്ചിറക്കാത്തതും. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്കലോണിയുടെ ഒരു പ്ലാനാണ് ഈ 3 താരങ്ങളെയും ഒരുമിച്ചിറക്കുക എന്നുള്ളത്. ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ 3 പേരെയും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഒരുമിച്ച് കണ്ടെന്ന് വരാം. ചിലപ്പോൾ ഈ റിസ്കിന് മുതിരാതെ മധ്യനിരയിൽ നിന്ന് തന്നെ ഒരു താരത്തെ ഏഡ് ചെയ്തെന്നും വരാം. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.